പ്രധാന വാർത്തകൾ. തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് കാറൽമണ്ണ ഉറവക്കായിൽ ഉബൈദ്. അനിയന്ത്രിതമായ മണലെടുപ്പ് തൂതപ്പുഴയിൽ മരണക്കെണികൾ ഒരുക്കുന്നു. ഓണാഘോഷ പരിപാടികൾക്ക് മുണ്ടുടുത്ത് സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ പുറത്താക്കി. സംഭവം നടന്നത് എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. വിദ്യാർത്ഥികളെ പുറത്താക്കിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് PTA. മാലിന്യ സംസ്കരണം സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ലെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് സമൂഹവും ജനങ്ങളും മുന്നിട്ടിറങ്ങണമെന്നും മന്ത്രി. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകുന്ന മലപ്പുറം ജില്ലയിൽ എടുത്തു പറയത്തക്ക വികസനങ്ങളൊന്നുമില്ലെന്ന് CPI മലപ്പുറം ജില്ലാ സെക്രട്ടറി PP സുനീർ. ഗാന്ധി സ്മരണയിൽ നാടെങ്ങും വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി മരിച്ചു. കാറൽമണ്ണ ഉറവക്കായിൽ വീട്ടിൽ കാസിം സുഹ്ര ദമ്പതികളുടെ മകൻ ഉബൈദാണ് മരിച്ചത്. തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരനാണ് മരിച്ച 16 വയസ്സുള്ള ഉബൈദ്. കാറൽമണ്ണ ഉറവക്കായിൽ വീട്ടിൽ കാസിം സുഹ്ര ദമ്പതികളുടെ 3 മക്കളിൽ ഇളയവനാണ് ഉബൈദ്. ചൊവ്വാഴ്ച രാവിലെ കൂട്ടുകാരോടൊപ്പം തൂതപ്പുഴയിലെ കാറൽമണ്ണ തൈവാറപ്പടിക്കടവിൽ കുളിക്കാൻ പോയതായിരുന്നു ഉബൈദ്. 10:30യോടെയായിരുന്നു സംഭവം നടന്നത്. നീന്തലറിയാത്ത ഉബൈദ് ഒഴുക്കിൽപ്പെട്ടത് കണ്ട് കൂടെയുണ്ടായിരുന്നവർ ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടുകയായിരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി 1 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെർപ്പുളശ്ശേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് കാറൽമണ്ണ ജുമാഅത്ത് പള്ളി ഖബറിസ്ഥാനിൽ ഖബറടക്കം നടക്കും. തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മരിച്ച ഉബൈദിനോടുള്ള ആദരസൂചകമായി ബുധനാഴ്ച സ്കൂളിന് അവധിയായിരിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ബുധനാഴ്ച നടക്കാനിരുന്ന കായിക മത്സരങ്ങൾ വെള്ളിയാഴ്ചയ്ക്ക് മാറ്റിവെച്ചു. തൂതപ്പുഴയിൽ അനധികൃതമായി തുടരുന്ന മണലെടുപ്പ് കവർന്നെടുത്തത് ഒരു ജീവനാണ്. മണലെടുപ്പ് തടയാൻ അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുവെ ഒഴുക്കു കുറഞ്ഞ ഭാഗമാണ് തൂതപ്പുഴയിലെ കാറൽമണ്ണ തൈവാറപ്പടി കടവ്. ആഴവും താരതമ്യേന കുറവാണ്. പക്ഷേ ഈ ഭാഗങ്ങളിൽ നിർബാധം തുടരുന്ന അനധികൃത മണലെടുപ്പ് സൃഷ്ടിച്ചത് നിരവധി കുഴികളാണ്. എവിടെയാണ് ആഴം കൂടുതലെന്നോ ആഴം കുറവെന്നോ മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണ് ഈ പ്രദേശത്തുള്ളവർ പറയുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും പുഴയുടെ രൂപവും ഭാവവും മാറി വരുന്നു. ഇന്ന് കാറൽമണ്ണയിൽ നടന്ന ഈ ഒരു ദാരുണമായ മരണം കാലങ്ങളായി തൂതപ്പുഴയിൽ നടക്കുന്ന ഈ മണലൂറ്റിലുണ്ടാവുന്ന ദൈനംദിന ഗർത്തങ്ങൾ. ഇന്ന് ഒരു മനുഷ്യൻ കുളിക്കാനിറങ്ങിയ സ്ഥലത്ത് നാളെ കുളിക്കാൻ പോകുമ്പോഴേക്ക് ഒരു കിണറിനേക്കാളും വലിയ ആഴത്തിലാണ് പുഴ. ഈ 2 പഞ്ചായത്തുകളിലുള്ള മനുഷ്യർ പുഴയുടെ 2 തീരത്തുള്ള ആൾക്കാരും മണൽ ദൈനംദിനം ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു വിപത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് 17 വയസ്സായ ഒരു ചെറുപ്പക്കാരന്റെ അതിദാരുണമായ മരണം. ഇതിനെതിരായി അധികാരികൾ ഗൗരവമായി കണ്ട് പ്രതികരിക്കണമെന്നാണ് ഇതിലെ. നീരൊഴുക്കും പാറക്കെട്ടുകളും കൂടുതലുള്ള തൂതപ്പുഴയിലെ ഒരു കടവിൽ നിന്നും മണലെടുക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയിട്ടില്ല. ഈ അവസ്ഥയിലാണ് മണലെടുപ്പ് ഒരു നിയന്ത്രണവുമില്ലാതെ നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് ഭാഗത്തു നിന്നുള്ളവരാണ് മണലെടുക്കുന്നതെന്നാണ് പരാതി. നിർബാധം തുടരുന്ന അനധികൃത മണലെടുപ്പ് സൃഷ്ടിച്ച അപകടക്കെണിയിൽ കുടുങ്ങി പൊലിഞ്ഞുപോയത് ഉബൈദ് എന്ന 16 വയസ്സുകാരനാണ്. തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരൻ. ഉബൈദിന്റെ മേൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഉബൈദിന്റെ കുടുംബത്തിനോട് ആര് സമാധാനം പറയും? അനധികൃത പ്രവർത്തനങ്ങളെ നിശബ്ദമായി നോക്കി നിൽക്കുന്ന ഈ സമൂഹമോ അതോ എല്ലാം തടയേണ്ട അധികാര കേന്ദ്രങ്ങളോ? അനധികൃത മണലെടുപ്പ് തടയേണ്ട അധികാരികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയാണ് ഉബൈദ് കടന്നുപോയത്. ഓണാഘോഷ പരിപാടികൾക്ക് മുണ്ടുടുത്ത് സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ പുറത്താക്കി. സംഭവം നടന്നത് എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. സംഭവം നടന്ന് 1 മാസം കഴിഞ്ഞിട്ടും കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. +2 വിദ്യാർത്ഥികളായ റിൻഷാദ്, മുഹമ്മദ് റാഷിദ്, മുഹമ്മദ് ബാസിൽ, റഹിനൂബ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ അത്തപ്പൂക്കളം ഒരുക്കുന്ന ദിവസമാണ് +2 കൊമേഴ്സ് ക്ലാസ്സിലെ 23 വിദ്യാർത്ഥികൾ വെള്ള ഷർട്ടും വെള്ള മുണ്ടുമെടുത്ത് സ്കൂളിലെത്തിയത്. ഇത് സ്കൂൾ അധികൃതരുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുണ്ടുടുത്ത് വന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും പുറത്താക്കിയത്. ഇതിൽ 19 വിദ്യാർത്ഥികൾ രക്ഷിതാക്കളെയും കൂട്ടി വന്ന് സ്കൂൾ അധികൃതർക്ക് മുമ്പിൽ മാപ്പ് പറഞ്ഞ് ക്ലാസ്സിൽ കയറി. എന്നാൽ 4 വിദ്യാർത്ഥികൾ അതിന് തയ്യാറായില്ല. കാലാകാലങ്ങളായി മുണ്ടുടുത്ത് സ്കൂളിൽ വരുന്നതിന് ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല. പിന്നീട് പെട്ടെന്ന് സ്കൂൾ അധികൃതർ മുണ്ടുടുത്ത് സ്കൂളിൽ വരരുതെന്ന് പറഞ്ഞതിന്റെ കാരണം കൂടി ചോദിച്ചതോടെ സ്കൂളിന്റെ ഗേറ്റിനുള്ളിൽ കണ്ടാൽ പരീക്ഷ എഴുതാൻ പോലും അനുവദിക്കില്ലെന്ന ഭീഷണിയാണ് ഉണ്ടായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പൂക്കള മത്സരത്തിന് ഞങ്ങളെ ഫ്രണ്ട്സ് ഞങ്ങളൊക്കെ വെള്ള തുണി വെള്ള കുപ്പായിട്ട് സ്കൂളിൽ ചെന്നു. അപ്പോൾ ഞങ്ങൾ 10-26 പേരുണ്ടായിരുന്നു. അതിൽ ഞങ്ങളെല്ലാത്തിനൊക്കെ കയറ്റി. അപ്പോൾ ഞങ്ങൾ തന്നെ പുറത്ത് നിൽക്കുകയാണ്. ഞങ്ങളോട് സ്കൂളിൻ്റെ പരിസരത്ത് പോയി കാണരുതെന്ന് പറഞ്ഞേക്കണേ.
ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എക്സാം കൂടി എഴുതാൻ അയക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ഇതോടെ 1 മാസത്തോളമായി ഈ 4 വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങിയിരിക്കുകയാണ്. കൂടാതെ വരാനിരിക്കുന്ന കലാകായിക മത്സരങ്ങളിൽ ഒന്നിനും പങ്കെടുക്കാനാവില്ലെന്ന വിഷമവും ഇവർക്കുണ്ട്. മുൻവൈരാഗ്യത്തോടെ പെരുമാറുന്ന രീതിയിലാണ് അധ്യാപകർ തങ്ങളോട് പെരുമാറുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. 10-20 കുട്ടികൾ വെള്ള തുണിയും ഷർട്ട് കൊടുത്തു വന്നിരുന്നു. ഇവിടെ വെള്ള ഷർട്ടാണ് ഞങ്ങളെ യൂണിഫോം. അപ്പോൾ വെള്ള തുണി എടുക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ യൂണിഫോം ഇട്ടിട്ടില്ലെങ്കിലും ഒരു 25 രൂപ ഫൈൻ അടച്ച് കയറ്റേണ്ടതാണ്. അതും ചെയ്യാതെ എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെ ഞങ്ങളെ മാറ്റി നിർത്തി. ഞങ്ങളെ പേരൻസ് വരുമ്പോൾ പേരൻസിനോട് നിങ്ങളെ വിവരം അറിയിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പേരൻറ്റ് കാര്യം അറിയാൻ ചെന്നപ്പോൾ ഈ കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങളതിലൊന്നും ഇടപെടണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു വളരെ ഒരു ദിവാരം പെരുമാറിയിട്ടുണ്ട് ഒരു പേരൻറ്റിനോട്. പിന്നെ ഞങ്ങൾ 6-ാം തീയതി വരെ ഞങ്ങൾ 3-4 വട്ടം പ്രിൻസിപ്പളെ കാണാൻ വന്നു. പ്രിൻസിപ്പൾ ഞങ്ങളെ ഒരു മെയിൻ ചെയ്യാത്ത രീതിയിൽ ഞങ്ങൾ പിന്നെ ഓഫീസിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് ചെയ്തതിനെ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു എക്സിക്യൂട്ടീവൊക്കെ കൂടിയിട്ട് ഞങ്ങളെ പുറത്താക്കി എന്നാണ് പറഞ്ഞതിനെ. എക്സാം മാത്രമേ. പിന്നെ ഞങ്ങളിവിടെ ഈ കോമ്പൗണ്ട് കടന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എക്സാം പോലും എഴുതാനൊക്കെ അത് ഞങ്ങളെ ഒഴിവാക്കും എന്നൊക്കെ പറയണേ. പിന്നെ ആർട്സും സ്പോർട്സൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആർട്സും സ്പോർട്സിനൊന്നും കൂടാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയണേ. ഒരു കലാലയ ജീവിതത്തിലെ അവസാനത്തെ നിമിഷങ്ങളാണ് ആർട്സ്. അതും കൂടി ഞങ്ങൾക്ക് ഞങ്ങളോട് അതിന് പങ്കെടുക്കണ്ടെന്നാണ് അവർ പറയുന്നത്. കുട്ടികളുടെ പഠനം മുടങ്ങിയതിൽ രക്ഷിതാക്കളും വിഷമത്തിലാണ്. വിദ്യാർത്ഥികളെ പുറത്താക്കിയതിന് ഇതുവരെ വ്യക്തമായ കാരണം പറഞ്ഞിട്ടില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. തുടർന്ന് സ്കൂൾ അധികൃതർക്ക് രേഖാമൂലം പരാതിപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികൾ അപമര്യാദയായി പെരുമാറിയെന്ന കാരണമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ എത്ര ദിവസമാണ് വിദ്യാർത്ഥികളെ പുറത്തു നിർത്തുകയെന്ന് സൂചിപ്പിച്ചിട്ടുമില്ല. അതിനാൽ ഇതിന് പരിഹാരം കാണുന്നതിനായി സ്കൂൾ അധികൃതർക്കെതിരെ ഹയർ സെക്കൻഡറി ഡയറക്ടർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകുമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ഇവിടെ നിന്നൊന്നും പരിഹാരം ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രക്ഷിതാക്കൾ പറയുന്നു. കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ച് സ്കൂളിൽ പൂക്കള മത്സരം ഉണ്ടായിരുന്നു. പൂക്കള മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നു. അപ്പോൾ പൂക്കള മത്സരത്തിന് കുട്ടികളോട് യൂണിഫോം ഇട്ടാണ് വരാൻ പറഞ്ഞിരുന്നത്. ഒരു 20ഓളം കുട്ടികൾ മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു. ആ കാരണം പറഞ്ഞ് 20ഓളം കുട്ടികളെ പുറത്താക്കി, സ്കൂളിൽ നിന്ന് അധികൃതർ പുറത്താക്കി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് 16 കുട്ടികളെ അവർ വീണ്ടും തിരിച്ചെടുത്തു. എന്തോ അവർക്ക് മാപ്പ് കൊടുത്ത് തിരിച്ചെടുത്തു പറഞ്ഞു. 4 കുട്ടികളെ അവർക്ക് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞ് കുറ്റം ആരോപിച്ച് കഴിഞ്ഞ 5/9/2012 മുതൽ അവർ ഇപ്പോഴും പുറത്താണ്. 1 മാസത്തോളം കാലമായിട്ട് അവർ പുറത്താണ്, സ്കൂളിന്റെ പുറത്താണ്. അവർ ചെയ്ത കുറ്റം എന്താണെന്ന് അവർ വിശദീകരിച്ച് തരുന്നില്ല. അപ്പോൾ ഈ 1 മാസത്തിലധികം ഞങ്ങളുടെ കുട്ടികളെ പഠനം മുടങ്ങിയിരിക്കുകയാണ്. 4 കുട്ടികളാണ് ഇപ്പോൾ പുറത്ത് നിൽക്കുന്നത്. ഒന്ന് റിൻഷാദ്, ഒന്ന് മുഹമ്മദ് റാഷിദ്, ഒന്ന് ബാസിൽ, ഒന്ന് റൈനൂബ് എന്നീ 4 കുട്ടികളാണ് ഇപ്പോൾ പുറത്ത് ആക്കിയിരിക്കുന്നത്. പുറത്താക്കിയെന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. ഈ പുറത്താക്കൽ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഇനി ഇവിടുന്ന് നീതി കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ ഹയർ സെക്കൻഡറി ഡയറക്ടറെ പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അയാളിരുന്ന് നീതി കിട്ടുന്നില്ലെങ്കിൽ വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുന്നൊന്നും നീതി കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓണാഘോഷത്തിന് മുണ്ടുടുത്ത സ്കൂളിൽ വന്നതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ പുറത്താക്കിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് PTA പ്രസിഡന്റ് അബ്ദുൽ കരീം പ്രതികരിച്ചു. തെറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും PTA പ്രസിഡന്റ് പറഞ്ഞു. ഓണാഘോഷ പരിപാടി ദിവസങ്ങളിലും എല്ലാ വിദ്യാർത്ഥികളും സ്കൂൾ യൂണിഫോം ധരിച്ചെത്തണമെന്ന് തലേ ദിവസം തന്നെ വിദ്യാർത്ഥികളെ അറിയിച്ചിരുന്നു. എന്നാൽ +2 കൊമേഴ്സ് ക്ലാസ്സിലെ 23 വിദ്യാർത്ഥികൾ വെള്ളമുണ്ട് ധരിച്ചാണ് എത്തിയത്. സ്കൂൾ അധികൃതരുടെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് വിദ്യാർത്ഥികൾ പെരുമാറിയത്. അതിനാൽ രക്ഷിതാക്കളുമായി എത്തി ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് 23 വിദ്യാർത്ഥികളെയും അറിയിച്ചു. ഇതിൽ 19 പേരും രക്ഷിതാക്കളുമായി എത്തി ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചു. തുടർന്ന് അവർക്ക് ക്ലാസ്സിൽ കയറാൻ അനുമതി നൽകി. എന്നാൽ 4 വിദ്യാർത്ഥികൾ അതിന് തയ്യാറാവാതെ ധിക്കാരപരമായാണ് പെരുമാറിയത്. ഇത് മറ്റു കുട്ടികളെ കൂടി സ്വഭാവ ദൂഷ്യത്തിന് ഇടവരുത്തുമെന്ന് PTA കമ്മിറ്റിയും സ്റ്റാഫ് കൌൺസിലും ഐക്യകണ്ഠേന തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി തൽക്കാലം വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ഭാവിക്ക് ദോഷം വരാത്ത രീതിയിൽ പരീക്ഷ എഴുതിക്കുന്നതിനും ക്ലാസ്സിൽ തുടർന്ന് പഠിക്കുന്നതിനുമുള്ള അവസരമൊരുക്കുമെന്നും PTA പ്രസിഡന്റ് അബ്ദുൽ കരീം പറഞ്ഞു. ഒരു തീരുമാനവും PTAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതല്ല. ഓണത്തോടനുബന്ധിച്ച് ഓണോത്സവവുമായി ബന്ധപ്പെട്ട് പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ തലേ ദിവസം തന്നെ യൂണിഫോമിൽ സ്കൂളിൽ ഹാജരാവണമെന്ന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലും HM കുട്ടികളോട് ആവശ്യപ്പെടുകയും എന്നാൽ കൊമേഴ്സ് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ആൺകുട്ടികളും മുണ്ടെടുത്ത് വരികയും തുടർന്ന് അവരോട്
പ്രിൻസിപ്പൽ മുണ്ട് മാറ്റിവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പിറ്റേ ദിവസം രക്ഷിതാക്കൾ വന്ന് മാപ്പപേക്ഷ എഴുതി കൊടുക്കുകയും എന്നാൽ 4 കുട്ടികൾ അതിന് വിധേയരായി ആ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് അവരെ 4 പേരെ തൽക്കാലം മാറ്റി നിർത്തി അവരുടെ രക്ഷിതാക്കളെ വിളിച്ച് വരുത്തിയതിനു ശേഷം ക്ലാസ്സിൽ കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ അവരുടെ രക്ഷിതാക്കളോ മറ്റാരോ ഇതുവരെയും സ്കൂളുമായി ബന്ധപ്പെടുകയോ അതിൽ സഹകരിക്കുകയോ ചെയ്തിട്ടില്ല. സ്കൂളിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഗുരുതരമായ അച്ചടക്ക ലംഘനം കാണിക്കുന്ന കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചാലും മറ്റുള്ള കുട്ടികളുടെ ഭാവി കണക്കിലാക്കിക്കൊണ്ട് നമുക്ക് അവർക്കെതിരെ അച്ചടക്ക ലംഘനം കാണിക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം 1400ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അത് വെച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തുള്ളത്. മാറ്റി നിർത്താനല്ല, അന്വേഷണ വിധേയമായി തൽക്കാലം മാറ്റി നിർത്താനാണ് ഉദ്ദേശിച്ചത്. മാലിന്യ സംസ്കരണം സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ലെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് സമൂഹവും ജനങ്ങളും മുന്നിട്ടിറങ്ങണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കുടുംബശ്രീ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജീവനക്കാരുടെ കുറവ് മൂലം പഞ്ചായത്തുകളുടെ സുഗമമായ പ്രവർത്തനം നടക്കാതെ വരുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി 800 സെക്രട്ടറിമാർ ഉൾപ്പെടെ 2500 പേരെ ആദ്യഘട്ടമായി ഉടൻ നിയമിക്കുമെന്ന് മന്ത്രി MK മുനീർ പറഞ്ഞു. ജനവും സമൂഹവും ഒക്കെ ഒരുമിക്കുമ്പോൾ മാത്രമാണ് മാലിന്യ നിവാരണം നമുക്ക് പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് മാതൃകയായി മാറിയ ഡോക്ടർ കമ്മപ്പിയെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. A+ അന്തിമ റിപ്പോർട്ട് വന്നോ അത് സംബന്ധിച്ചുള്ള വിശകലനം നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ZEN കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞതുപോലെ മറ്റ് വകുപ്പുകളിലുള്ള പുനർവിന്യസിക്കേണ്ട ആളുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞു. ആ വകുപ്പുകളിൽ അത് ഇനി സൂപ്പർ ന്യൂമറി പോസ്റ്റുകളാക്കി 1800ഓളം പോസ്റ്റുകൾ നമുക്ക് ആ വകയിൽ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനു പുറമെ 800 അഡീഷണൽ സെക്രട്ടറിമാരുടെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെ പോസ്റ്റ് കൂടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 5000 പുതിയ പോസ്റ്റുകൾ വേണമെന്നാണ് സ്റ്റാഫ് പാറ്റേൺ സംബന്ധിച്ച് ഉണ്ടാക്കിയ കമ്മിറ്റി പറഞ്ഞതെങ്കിൽ അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു 2500 പേർക്കെങ്കിലും നിയമനം കിട്ടുന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അതിനി ക്യാബിനറ്റിൽ വന്ന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ തീരുമാനമാകും എന്ന് പഞ്ചായത്തുകളെ അറിയിക്കാനും കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. N. ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. റഫീഖ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. റഫീഖ്, കളത്തിൽ അബ്ദുള്ള, KV മണി, അഹമ്മദ് അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അവാർഡ് ലഭിച്ച ന്യൂ അൽമ ആശുപത്രിയെയും സംസ്ഥാന അവാർഡ് ലഭിച്ച MES ഹയർ സെക്കൻഡറി സ്കൂളിനെയും ദേശീയ അവാർഡ് നേടിയ റൂറൽ സർവീസ് സഹകരണ ബാങ്കിനെയും ചടങ്ങിൽ അനുമോദിച്ചു. അഴിമതിക്കും വിലക്കയറ്റത്തിനും രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനുമെതിരെ CPI മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ പ്രചരണ ജാഥ സമാപിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകുന്ന മലപ്പുറം ജില്ലയിൽ എടുത്തു പറയാൻ വികസനമൊന്നുമില്ലെന്ന് CPI മലപ്പുറം ജില്ലാ സെക്രട്ടറി CP സുനീർ പറഞ്ഞു. അഴിമതിക്കും വിലക്കയറ്റത്തിനും രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനും എതിരെ CPIയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് CPI മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലാ രാഷ്ട്രീയ പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ശനിയാഴ്ച നടുവട്ടത്ത് CPI സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ജാഥ ചൊവ്വാഴ്ച നിലമ്പൂർ എടക്കരയിൽ സമാപിച്ചു. CPI ജില്ലാ സെക്രട്ടറി PP സുനീർ നയിച്ച ജാഥയെ CPI സംസ്ഥാന കൌൺസിൽ അംഗം TK സുന്ദരൻ മാസ്റ്റർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K. മോഹൻദാസ്, അഡ്വക്കേറ്റ് KK സമദ്, PM വാസുദേവൻ, PK കൃഷ്ണദാസ് എന്നിവർ അനുഗമിച്ചിരുന്നു. കൂടുതൽ മന്ത്രിമാരുള്ള മലപ്പുറം ജില്ലയിൽ UDF സർക്കാരിന്റെ കാലത്ത് ഒരു വികസനവും നടപ്പാക്കിയിട്ടില്ലെന്നും ജില്ലയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് LDF സർക്കാരിന്റെ കാലത്താണെന്ന് ജാഥ ക്യാപ്റ്റൻ PP സുനീർ അഭിപ്രായപ്പെട്ടു. ഈ പെരിന്തൽമണ്ണയിലെ ചോലാമലയിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി കഴിഞ്ഞ LDF ഗവൺമെന്റ് കൊണ്ടുവന്ന നേട്ടം, അതോടൊപ്പം ഇതിലുള്ള നിരവധിയായ നേട്ടങ്ങൾ. ഇപ്പൊ ഞാൻ ചന്ദ്രവട്ടം പത്ത് തിരുപ്പൂരിൽ ഹജ്ജ LDF ഗവൺമെന്റ് കാലത്ത് ഇതിലൂടെ പിന്നോക്ക ജില്ലയായ മലപ്പുറം ജില്ലക്ക് ഇന്ന് കാണുന്ന നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ കഴിയാവുന്നത് ആ കാലത്ത് കൊണ്ടുവന്നത്. ഇപ്പം പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധിയും പെൻഷനും കഴിഞ്ഞ VS ഗവൺമെന്റ് കൊണ്ടുവന്നു.
ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പെൺകുട്ടികൾക്ക് മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കഴിഞ്ഞ ഗവൺമെന്റ് സ്കൂളിൽ. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കേരള സംസ്ഥാനത്തിന് മാതൃകയാണെന്ന് എം ഹംസ MLA പറഞ്ഞു. പെൻഷനേഴ്സ് യൂണിയൻ പൂക്കോട്ടുകാവ് യൂണിറ്റിന്റെ കുടുംബമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഭാവിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ ലഭിക്കാതെ വരുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത്. തന്നെ പോലുള്ള ഇടതുപക്ഷ MLA-മാർ അതിനെതിരെ ശക്തമായി പൊരുതുമെന്നും എം ഹംസ MLA പറഞ്ഞു. 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സർക്കാർ ഇന്ന് പെൻഷൻ കൊടുക്കുന്നത്. ട്രഷറിയിൽ നിന്ന് പെൻഷൻ കൊടുക്കുന്നത് 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് കേരളമാണ്. ആ കേരളത്തിൽ ഇപ്പോഴുള്ള സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുത്തോളാന്ന് വാക്ക് തന്നിട്ടുണ്ട് ഗവൺമെന്റ്. പക്ഷെ എന്നാണ് വാക്ക് മാറുക, എന്നാണ് പുതിയൊരു ഉത്തരവിറങ്ങുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയും നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ മുമ്പിലൊരു ഭീഷണി തന്നെയാണ്. അങ്ങനെ നിലവിലുള്ള സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നതും ഉത്കണ്ഠയുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ പെൻഷൻ സമ്പ്രദായമുള്ളൂ. ഇതിൽ കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ സമ്പ്രദായം മാതൃകാപരമാണെന്നും MLA കൂട്ടിച്ചേർത്തു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ധന്യയിൽ നടന്ന കുടുംബമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് AP പ്രഭാകര പിഷാരടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 80 വയസ്സ് കഴിഞ്ഞ 10 പെൻഷൻ അംഗങ്ങളെ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ശീലാദേവി പൊന്നാട അണിയിച്ച് ആദരിച്ചു. തൃശൂർ ജില്ലാ മുൻ ജഡ്ജി AA വിജയൻ, CG അശോകൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K സുരേഷ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. M ഗംഗാധരൻ, B രാമകൃഷ്ണൻ, A ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചർച്ച, പരിചയപ്പെടൽ എന്നിവയും നടന്നു. അതിനുശേഷം യൂണിറ്റ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം അംബുജാക്ഷി കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൺവീനർ സുഭദ്ര സമ്മാനദാനവും നിർവഹിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആനമങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ആനമങ്ങാട് AUP സ്കൂളിൽ നടന്നു. KSTA മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം N നാസർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിനെ പിന്താങ്ങുന്ന കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ, അതുപോലെ തന്നെ അതേ കോൺഗ്രസിന്റെ നയങ്ങൾ പിന്തുടരുന്ന BJP അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തൊഴിലാളികൾ മുഴുവൻ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് വലിയ 2 പണിമുടക്കുകൾ നടക്കുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഒരു പണിമുടക്ക് ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്നു കഴിഞ്ഞു. അടുത്ത ഫെബ്രുവരി 2013 ഫെബ്രുവരിയിൽ വീണ്ടും ഒരു ഇന്ത്യയിലെ ചരിത്രത്തിൽ അത് 2 ദിവസം 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ദേശീയ പണിമുടക്കിനാണ് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. KSTA-യുടെ 22ാം വാർഷിക സമ്മേളനങ്ങളുടെ ഭാഗമായാണ് ആനമങ്ങാട് ബ്രാഞ്ച് സമ്മേളനം നടന്നത്. KSTA ആനമങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് NP മുരളി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സബ് ജില്ലാ സെക്രട്ടറി P അജിത് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, KK മുസ്തഫ, V മധുസൂദനൻ, P മനോജ് കുമാർ, P അംബിക എന്നിവർ സംസാരിച്ചു. വേണുകുഞ്ചപ്പാടം, KR ഹരിദാസ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിൽ സമ്പൂർണ്ണ ശുചിത്വവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും പന്നിയംകുറിശി ALP സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് സമ്പൂർണ്ണ ശുചിത്വവൽക്കരണത്തിലേക്ക് കടക്കുന്നത്. ശുചിത്വവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പൈപ്പ് വേസ്റ്റ് പരിപാടി ഉദ്ഘാടനവും എല്ലാ വീടുകളിലേക്കുമുള്ള പച്ചക്കറി വിത്തുകളുടെ വിതരണവും ചൊവ്വാഴ്ച നടന്നു. മുൻ കൃഷി ഓഫീസർ ശുഗപുരം രാധാകൃഷ്ണൻ വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം K ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചെർപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ V നന്ദകുമാർ റിപ്പോർട്ടും പ്രൊജക്ട് കോർഡിനേറ്റർ C ഹൈദ്രോസ് കോയ വിഷയാവതരണവും നടത്തി. ഹെഡ് മിസ്ട്രസ് K മിനി, PTA പ്രസിഡന്റ് K കനകവല്ലി, KJ ജോസ്, അരുൺ, അബൂബക്കർ, N ജയൻ, P സുമ എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് പുസ്തകോത്സവം തുടങ്ങി. സനാതന സംസ്കൃതി ഫൗണ്ടേഷനും എറണാകുളം അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയും സംയുക്തമായാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 2 മുതൽ 14 വരെയാണ് പുസ്തകോത്സവം നടക്കുന്നത്. ഉദ്ഘാടനം N ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. ചെയർമാൻ സാബു ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P റഫീഖ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K റഫീഖ്, P അഹമ്മദ് അഷറഫ്, PR സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ദിവസവും വൈകുന്നേരം 5-ന് സാംസ്കാരിക സമ്മേളനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ദയത്വം ജനത ശ്രേഷ്ഠ
പുതുതലമുറ ഗാന്ധിജിയെയും ഗാന്ധിയൻ ആദർശങ്ങളെയും മറന്നുപോവുകയാണെന്ന് ചെറുകഥാകൃത്ത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ALP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഗാന്ധിജിയെയും ഗാന്ധിജിയുടെ ആദർശങ്ങളെയും ഓർക്കാൻ സമയമില്ല. ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരിൽ ആദർശങ്ങളൊന്നും പ്രവൃത്തികൾ മറ്റൊന്നുമാണെന്നും ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഈ ഗാന്ധി ജയന്തി കാലത്ത് നമ്മൾ വളരെ ക്ഷേമമായിട്ട് ഗാന്ധിജിയെ കുറിച്ചൊക്കെ പറയുമെങ്കിലും ഗാന്ധിജിയുടെ ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊക്കെ വലിയ മടിയാണ്. ഇപ്പോഴത്തെ ആൾക്കാർ രാഷ്ട്രീയക്കാർക്കൊക്കെ ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയ ജീവിതവും അവരുടെ ജീവിതവും അവരുടെ സന്ദേശവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു വലിയ വലിയ കാര്യങ്ങൾ പറയും. വൈദ്യുതി കുറച്ച് ഉപയോഗിക്കണം എന്ന് പറയും, വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് പറയും, എല്ലാവർക്കും തിന്മ ചെയ്യും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ വിപരീതമായി ജീവിക്കുകയും മനുഷ്യരെ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്രമാണ് ഇന്ന് ഗാന്ധിജിയെ എല്ലാവരും ഓർക്കുന്നതെന്നും ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു. മണ്ണമ്പറ്റ സെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് M. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P. അരവിന്ദാക്ഷൻ, സൗമ്യ, T. നീലകണ്ഠൻ, N. ബാലസുബ്രഹ്മണ്യൻ, PV ശശിധരൻ, രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾ മണ്ണമ്പറ്റ പ്രദേശത്തെ എല്ലാ വീടുകളിലും ചെന്ന് പ്രതിജ്ഞയും ഗാന്ധിയൻ ആദർശങ്ങളടങ്ങിയ സ്റ്റിക്കറുകളും വിതരണം ചെയ്തു. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെയും ലോക അഹിംസാ ദിനത്തിന്റെയും ഭാഗമായി ആനമങ്ങാട് ഗാന്ധി നൂൽനൂൽപ്പ് കേന്ദ്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. അംബുജാക്ഷി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബും ഗാന്ധി ദർശൻ അംഗങ്ങളും ചേർന്നാണ് ആനമങ്ങാട് വില്ലേജ് ഓഫീസ് പരിസരം ശുചീകരിച്ചത്. പരിപാടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ വേണു പുഞ്ചപ്പാടം, അധ്യാപകരായ K. രാമൻകുട്ടി, T. P. പ്രേമ, PTA പ്രസിഡന്റ് P. ജനാർദ്ദനൻ, P. മുരളി, വില്ലേജ് ഓഫീസർ P. മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. പഠനത്തോടൊപ്പം സേവനവും പ്രാവർത്തികമാക്കുക, കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി ആലിപ്പറമ്പ് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പാറൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പാറൽ പ്രാഥമികാരോഗ്യ കേന്ദ്രവും പരിസരവുമാണ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരിച്ചത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. അംബുജാക്ഷി ശുചീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭാഗങ്ങളും സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഈ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് ആലിപ്പറമ്പ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സദക്ക പാറൽ അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ T. P. മോഹൻദാസ് ചടങ്ങിൽ സംസാരിച്ചു. ഫൈസൽ, C. K. ഹാരിസ്, കൃഷ്ണൻ ആലിപ്പറമ്പ്, അബ്ദുറഹിമാൻ പാറൽ തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആനമങ്ങാട് വില്ലേജ് ഓഫീസ് പരിസരം ശുചീകരിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ 144ാം ജന്മദിനം നമ്മൾ വളരെ വിപുലമായ പരിപാടികളോടെ നമ്മുടെ രാഷ്ട്രം ഇന്നും ആഘോഷിക്കുന്ന സമയത്ത് ഗ്രാമവികസന വാരാഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ V. K. ഹംസ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. P. ബാലകൃഷ്ണൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആനമങ്ങാട് ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിൽ ദീർഘകാലമായി സേവനം അനുഷ്ഠിച്ചുവരുന്ന തങ്കമണി, ലീല, നിർമ്മല എന്നിവരെ ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഷിഹാബുദ്ദീൻ ആദരിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം C. K. അബ്ദുൾ റഫീഖ്, നൂൽനൂൽപ്പ് കേന്ദ്രം ഇൻസ്ട്രക്ടർ ഗിരിജ, U. സന്തോഷ്, T. P. മോഹൻദാസ്, P. ശശിധരൻ, K. ദാമോദരൻ, P. മുരളീമോഹൻ, P. M. സംസാദ് അലി, P. ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. അനധികൃത മണൽക്കടത്ത് തടയാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ കൂടി സഹകരണം വേണമെന്ന് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ K. M. ദേവസ്യ. പോലീസ് മാത്രം ശ്രമിച്ചാൽ ഇത് പൂർണ്ണമായും തടയാനാവില്ല. അനധികൃത കടവുകൾ അടച്ചുപൂട്ടാൻ പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കണം. ലോറികൾ പുഴയിലിറങ്ങി ഇനി മണൽ വാരാൻ അനുവദിക്കില്ലെന്നും CI പറഞ്ഞു. വയൽ നികത്തൽ തടയുക, നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTUവിന്റെ നേതൃത്വത്തിൽ കൊപ്പം നെടുമ്പ്രക്കാട് പാടശേഖര സമിതിയിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പാടത്ത് കൊടിയും നാട്ടി. CPM ഏരിയ കമ്മിറ്റി അംഗം U. അജയ്കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ K. വേലായുധൻ, സുബ്രഹ്മണ്യൻ, സോമൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ചില ഭൂമാഫിയകളുടെ വക്താക്കൾ എന്ന പേരിൽ കുറെ ആളുകൾ രംഗത്തിറങ്ങിയ മാത്രമല്ല ഇതിന് നേതൃത്വം കൊടുക്കുന്ന
ഇവിടുത്തെ യുവാക്കൾക്കു നേരെ കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന രൂപത്തിലുൾപ്പെടെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം കേരളമായതും ഈ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കേരളത്തിൽ ഉണ്ടായതും വലിയ പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിക്കൊണ്ടാണ്. ഒരു കാലത്ത് ഈ രാജ്യം മുഴുവൻ അടക്കി വാണിരുന്ന ജന്മി മുതലാളിമാർക്കെതിരായി കൊണ്ടുനടന്ന ഐതിഹാസികമായ പോരാട്ടങ്ങളിലൂടെയാണ് ഈ കേരളം കേരളമായി മാറിയത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ അലനല്ലൂർ എടത്തനാട്ടുകര ടൗണുകൾ ശുചീകരിച്ചു. അലനല്ലൂരിൽ നടന്ന ശുചീകരണ പ്രവൃത്തികൾ പ്രസിഡന്റ് KM സുഗുണകുമാരി ഉദ്ഘാടനം ചെയ്തു. എടത്തനാട്ടുകരയിൽ നടന്ന ശുചീകരണ പ്രവൃത്തികൾക്ക് വാർഡംഗങ്ങളായ അഹമ്മദ് സുബൈർ, ഉമ്മർ, ഇന്ദിര, റഹ്മത്ത്, ശൈലജ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് INTUC മുളയങ്കാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും നടത്തി. INTUC പ്രസിഡന്റ് N ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജൻ പൂതനായിൽ, C കബീർ, അഡ്വക്കേറ്റ് C മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അലനല്ലൂർ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പരിധിയിൽ വരുന്ന SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ക്യാഷ് അവാർഡും നൽകി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM സുഗുണകുമാരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് V അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിനേഷ്, ഡയറക്ടർമാരായ V ദിവാകരൻ, അഡ്വക്കേറ്റ് മനോജ്, കൃപ, ദാസൻ, പ്രസന്നകുമാരി, കീടത്ത് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മലർവാടി ബാലസംഘം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ചെർപ്പളശ്ശേരിയിൽ EMS ഓഡിറ്റോറിയത്തിൽ വെച്ച് അഖില കേരള ചിത്ര മത്സരം നടത്തി. വിവിധ വിഭാഗങ്ങളിലായി അസ്മാൻ നിസാർ, ശ്രീകുമാർ, മുഹമ്മദ് സ്വാദിഖ്, ഷഹീർ തുടങ്ങിയവർ 1ാം സ്ഥാനങ്ങൾ നേടി. സമീർ ബാബു, മുഹമ്മദ് കുട്ടി, താരിഖ്, മുഹമ്മദ് കുട്ടി, ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുക, വിദേശ കുത്തകകളുടെ കടന്നുകയറ്റം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി ചെർപ്പളശ്ശേരിയിൽ പ്രതിഷേധ ധർണ നടന്നു. KA ഹമീദ്, T റിയാസ്, NKM കുഞ്ഞി എന്നിവർ നേതൃത്വം നൽകി. ഹോട്ടൽ നടത്തിക്കൊണ്ടും ബേക്കറി നടത്തിക്കൊണ്ടും കച്ചവടം നടത്തുന്ന, ഉപജീവനം നടത്തുന്ന ചെറുകിട ഇടത്തരം കച്ചവടക്കാരനെ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ആസൂത്രിതമായ ഒരു നീക്കമാണ് ഈ പരിശോധനയുടെ പിന്നിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് വിദേശ കുത്തകകളുടെ കടന്നുകയറ്റം. 51% FDI ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരികയാണ്. ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയിലേക്ക് വൻകിട കുത്തകകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നയമാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. ശ്രീകൃഷ്ണപുരം ശരവണഭവ മഠാധിപതിയുടെ 33ാം ജന്മദിനാഘോഷ പരിപാടികൾ തുടങ്ങി. 3 ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയിൽ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആണ് പങ്കെടുക്കുന്നത്. സമാപന ദിവസമായ ബുധനാഴ്ച നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം BJP ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണകുമാർ നിർവഹിക്കും. ഷാഫി പറമ്പിൽ MLA പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് കാറൽമണ്ണ ഉറവക്കായിൽ ഉബൈദ്. അനിയന്ത്രിതമായ മണലെടുപ്പ് തൂതപ്പുഴയിൽ മരണക്കെണികൾ ഒരുക്കുന്നു. ഓണാഘോഷ പരിപാടികൾക്ക് മുണ്ടുടുത്ത് സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ പുറത്താക്കി. സംഭവം നടന്നത് എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. വിദ്യാർത്ഥികളെ പുറത്താക്കിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് PTA. മാലിന്യ സംസ്കരണം സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ലെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് സമൂഹവും ജനങ്ങളും മുന്നിട്ടിറങ്ങണമെന്നും മന്ത്രി. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകുന്ന മലപ്പുറം ജില്ലയിൽ എടുത്തു പറയത്തക്ക വികസനങ്ങളൊന്നുമില്ലെന്ന് CPI മലപ്പുറം ജില്ലാ സെക്രട്ടറി TP സുനീർ. ഗാന്ധി സ്മരണയിൽ നാടെങ്ങും വിവിധ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.